കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്നലെ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചതിനും തൊട്ടുപിന്നാലെ പ്രതിസന്ധിയിലായ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനെ മാറ്റിക്കൊണ്ട് വടകരയിലെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഒരു വലിയ പ്രതിസന്ധി വീണ്ടും കോൺഗ്രസിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം മുരളീധരന് ഒട്ടും താല്പര്യമില്ല തൃശ്ശൂർ മത്സരിക്കുന്നതിന്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും പ്രവർത്തിച്ചത് വടകരയിലാണ്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വടകരയിലാണ്. അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം കഴിയുമായിരുന്നു. പ്രചരണത്തിൽ വളരെ ഏറെ മുൻപോട്ട് പോകാനും മുരളീധരന് കഴിഞ്ഞിരുന്നു. ഇവിടെ പ്രതാപനെ സംബന്ധിച്ച് 3 ലക്ഷത്തോളം പോസ്റ്ററാണ് പ്രതാപന് വേണ്ടി അടിച്ചിറക്കിയത് കോൺഗ്രസ്. അതെല്ലാം ഇപ്പോൾ വെറുതെ ആയിരിക്കുന്നു. ചുവരെഴുത്തുകളെല്ലാം ഇനി മായ്ച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഒപ്പം ബൂത്തുകളിൽ പ്രതാപൻ വിതരണം ചെയ്ത പൈസയും വെള്ളത്തിലേക്ക് പോകുന്നു. ഇവിടെ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ, 2 സീറ്റും കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം വടകരയിൽ കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് കെ മുരളീധരൻ. അവിടെ മത്സരിക്കുന്നത് ചെറിയ ആളല്ല. കെ ശൈലജ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മുതിർന്ന ഇല്ലെങ്കിൽ ഏറ്റവും ശക്തയായ ഒരു നേതാവ് തന്നെയാണ് CPM-ന്റെ. അവിടെ അവരെ മലർത്തിയടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കെ മുരളീധരൻ. കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് കോൺഗ്രസ് എടുത്തൊരു മണ്ടൻ തീരുമാനമാണ് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് മുരളീധരൻ പറഞ്ഞത് ഇപ്പോഴൊന്നും താൻ പ്രതികരിക്കാനില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരും ദിവസങ്ങളിൽ തൃശ്ശൂരും ഒപ്പം തന്നെ വടകരയിലും കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് ഒരു അമർഷമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. സ്വാഭാവികമായി കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് ടി.എൻ. പ്രതാപൻ ഇപ്പോൾ പ്രചരണത്തിൽ വളരെ പിന്നിലാണ്. വലിയ നേട്ടങ്ങളൊന്നും തന്നെ പറയാനില്ല. അതുകൊണ്ട് പുതിയൊരു മുഖത്തെ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു മുഖത്തെ അവതരിപ്പിക്കുമ്പോൾ വടകര എന്നേക്കുമായി പോകേണ്ടി വരും. മുരളീധരൻ തൃശ്ശൂർ ജയിച്ചില്ലെങ്കിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.